KSRTCക്ക് താൽക്കാലികമായി ബസ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമിയിൽ പിന്നീട് ആ വ്യക്തിയുടെ പോലും അനുവാദമില്ലാതെ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ യഥാർത്ഥ ഭൂ ഉടമയ്ക്ക് ആ വസ്തു വിട്ടു നൽകാൻ ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുകയാണ്. എരുമേലി KSRTC സ്റ്റാൻഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു കേസ് നടന്നത്. എരുമേലി സ്വദേശിയും പരേതനുമായ അഡ്വക്കേറ്റ് PR രാജഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ആ ഭൂമി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആ ഭൂമി വിട്ടു നൽകാൻ പാലാ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. PR രാജഗോപാലിന്റെ മകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ കുടുംബത്തിന് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചിരിക്കുകയാണ്. അന്ന് KSRTCക്ക് ഭൂമി വിട്ടുകൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അച്ഛനെ എരുമേലി ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. പിന്നെ ധാരാളം പൊതുപ്രവർത്തനങ്ങളിൽ എരുമേലിയിലുണ്ടായിരുന്നു. അതിലെല്ലാം അച്ഛൻ വളരെ സജീവമായിരുന്നു. അപ്പോൾ എരുമേലിയിലെ എന്ന് പറഞ്ഞാൽ സീസണിൽ മാത്രമായിരുന്നു അന്ന് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ സീസൺ സമയത്ത് ഈ KSRTCക്ക് ബസ് ഇടാനായിട്ട് സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിലായിരുന്നു 80 മുതൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ആ വസ്തു 2 തട്ടായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ചെരിഞ്ഞ് താഴോട്ടാണ് കിടന്നത്. അതുകൊണ്ട് ആ താഴത്തെ ഭൂമിയിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം കൊടുത്തിരുന്നത്. വാക്കാലുള്ള അനുവാദം മാത്രമേ കൊടുത്തുള്ളൂ, അല്ലാതെ അനുവാദം ഒന്നും കൊടുത്തിരുന്നില്ല. അവർക്ക് ഒരു ബസ് സ്റ്റേഷൻ്റെ സ്ഥലം കണ്ടെത്തുന്നത് വരെ നമ്മൾ അനുവദിച്ചെന്ന് മാത്രം. അപ്പം നമ്മൾ എരുമേലിയിൽ ഒരു വലിയ പ്രോജക്റ്റ് ആരംഭിക്കണമെന്നുള്ള അച്ഛൻ്റെ ഒരു അഭിലാഷത്തിൻ്റെ പേരിൽ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും നമ്മളൊരു ലോണിന് അപേക്ഷ കൊടുത്തു. ആ ലോണിന് അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 97 സെൻറ്റിന് പട്ടയം കിട്ടിയിട്ടില്ല, അപ്പോൾ ആ പട്ടയം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതുവരെ ദേവസ്വം തണ്ടപ്പേരിലാണ് നമ്മൾ കരമടച്ചുകൊണ്ട് ഈ 97 സെൻറ്റിന് ദേവസ്വം തണ്ടപ്പേരിലാണ് കരമടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാൻഡ് ട്രിബ്യൂണലിൽ പോയപ്പോൾ ദേവസ്വത്തിനെയും കൂടെ കേട്ട് നമ്മളുടെ പഴയ കരമടച്ച രസീതിൻ്റെ കോപ്പി, ഇതിൻ്റെ പ്രയോർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കോടതി പരിശോധിച്ച് നമുക്ക് ഇത് അനുവദിച്ചു, പട്ടയം അനുവദിച്ചു. ആ ഭൂമിയിലാണ് ഈ KSRTC സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അതെ. അവർ അന്ന് ആ സമയത്ത് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു റെക്കോർഡുണ്ട്, ലീസ് ഡീഡ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് ലീസ് ഡീഡ് അത് കാണിച്ചിരുന്നു എന്ന് വരികില്ല, അന്നേ അതിന് പരിഹാരം ഉണ്ടായേനെ. പട്ടയം കിട്ടത്തില്ല എന്നുള്ളതല്ല, ഒരു നിയമ പോരാട്ടത്തിലേക്ക് അത് പോയേനെ. അന്ന് ഈ ലീസ് ഡീഡ് ഇല്ല. അതാണ് അതിൻ്റെ വ്യക്തമായ കാരണം. ഈ ലീസ് ഡീഡ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവർ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ ഒരു ലീസ് ഡീഡ് തയ്യാറാക്കിയത്, ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വഞ്ചനയാണ്. എരുമേലിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പ്രയത്നിച്ച ഒരു മനുഷ്യനോട് കാട്ടിയ വഞ്ചനയത്. പിന്നീട് ആ ഒരു ഭൂമിയിൽ KSRTC ബസ് സ്റ്റാൻഡായി അവിടെ കെട്ടിടങ്ങളൊക്കെ പണിതു. അതൊന്നും അപ്പോൾ താങ്കൾ എതിർത്തില്ലായിരുന്നു? ഇല്ല, അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പണിത്, ഒരു ഷെഡ് പോലെ പണിതേ ഉള്ളൂ. ആ ഷെഡ് പണിതത് എരുമേലി വികസന സമിതിയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച് അവർ ഷെഡ് പണിതത്, പിരിവെടുത്ത് പണിതതാണെന്ന് അവർ പറയുന്നത്. അതിനകത്താണ്ട് കുറച്ച് പൈസ പഞ്ചായത്തിൻ്റെ ഉണ്ട്. അത് ഓഡിറ്റ് ഒബ്ജക്ഷനിൽ കിടക്കും ഇപ്പോഴും. 2000 മറ്റോ പണിതത്. അച്ഛൻ 2005 മരിച്ചത്. കാരണം ഗവൺമെൻറ്റുമായിട്ട് നമ്മളൊരു കേസിലേക്ക് പോയി കഴിയുമ്പോൾ അവരൊരിക്കലും ഒരു റെക്കോർഡും പിന്നെ നമുക്ക് തരില്ല. ഈ റവന്യൂ വകുപ്പ് നിസ്സഹകരണം കാണിക്കും. അപ്പോൾ നമ്മൾ വളരെ പാടുപെട്ടാണ് ഇതിൻ്റെ ബേസിക് റെക്കോർഡുകൾ മുഴുവൻ തപ്പിയെടുത്ത് ഞാൻ അന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭൂമിയാണിത്, പക്ഷേങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പബ്ലിക് നമുക്കെതിരായിട്ട് തിരിയും, അതുകൊണ്ട് നിങ്ങൾ കോടതി വഴി തന്നെ ഇത് മൂവ് ചെയ്യണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് വന്ന LDFൻ്റെ മിനിസ്റ്റേഴ്സിനെ പലർക്കും നമുക്ക് നിവേദനങ്ങൾ കൊടുത്തിരുന്നു. അവരോടും നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ കോടതി വഴി മാത്രമേ ഇതിൻ്റെ റെമഡി ഉണ്ടാവുകയുള്ളൂ, കാരണം ഇതിപ്പം KSRTCയുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കോട്ടയം ജില്ലാ കളക്ടർ ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തേടിയിരുന്നു. എരുമേലി വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് PR രാജഗോപാലിൻ്റെ ഭൂമിയാണെന്നും രാജഗോപാലിൻ്റെ പേരിലുള്ള തണ്ടപ്പേരിലാണ് ഇത് കിടക്കുന്നതെന്നും അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളതാണെന്നും അദ്ദേഹത്തിൻ്റെ അവകാശികൾക്ക് ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്നും ഒക്കെ പറഞ്ഞ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഞാൻ ഈ റിപ്പോർട്ട് അവിടെ ഇങ്ങനെ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവിടെ RTI ആക്ട് അനുസരിച്ച് ഞാൻ അതിൻ്റെ കോപ്പി എടുത്തു. ആ കോപ്പി ഞാൻ കോടതി ഹാജരാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് രക്ഷപ്പെടാൻ പറ്റിയത്. ഇതിൻ്റെ യഥാർത്ഥ രേഖകൾ സംഘടിപ്പിക്കാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചപ്പോൾ അത് തരാതിരിക്കാൻ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായി. പിന്നീട് വളരെ ബുദ്ധിമുട്ടിയാണ് പഴയ രേഖകളൊക്കെ സംഘടിപ്പിച്ചത്. അതെ, ഞാൻ എരുമേലി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, കാരണം ഞങ്ങളുടെ മുകളിൽ നിന്ന് പ്രഷറുണ്ട്,
നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു റെക്കോർഡുകളും തരരുത്, ഈ ഭൂമി സംബന്ധിച്ച് ഒരു റെക്കോർഡും തരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവരെ ഞങ്ങളടുത്ത് പറഞ്ഞത്. ഞങ്ങൾ നിസ്സഹായരായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഗവൺമെൻറ് തന്നെ ഇതിൻ്റെ മുകളിൽ അടയിരിക്കുമ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫയലിൻ്റെ മുകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് നീതി തരേണ്ടവർ നമ്മുടെ എതിരായിട്ട് നിൽക്കുക. പിന്നെ നമുക്ക് കോടതിയെ ആശ്രയിക്കുകയല്ലാതെ പിന്നെ എന്താ നമുക്കൊരു മാർഗമെന്ന് വെച്ചാൽ ഒരു സഹായം ചെയ്യാൻ പോയതാണ്, പക്ഷെ അത് പിന്നെ ഒരു വലിയ വിനയായിട്ട് മാറി. അതാണ് അതിനകത്തെ കാര്യം. കാരണം നമ്മൾ എരുമേലിയുടെ വികസനം അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് വണ്ടി കയറ്റിയിടാനൊരു സൗകര്യം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഞങ്ങളൊരു തെറ്റ് ചെയ്തുള്ളൂ. അത് ഇത്തരത്തിലൊരു വലിയ കുരിശായിട്ട് മാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ കഷ്ടകാല സമയത്ത് പോലും ഞങ്ങൾ ദ്രോഹിക്കുകയല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തിയപ്പോൾ ഒക്കെ നമ്മളെ അവർ ആട്ടി ഓടിക്കുകയായിരുന്നു. റവന്യൂ വകുപ്പ് ഒരു തരത്തിലും നമ്മളെ സഹായിക്കുകയില്ലായിരുന്നു. അത് ഞാൻ അന്ന് പോയി അത് എടുത്തില്ലായിരുന്നു എന്ന് വരികിൽ ആ റെക്കോർഡ് പോലും നശിപ്പിക്കപ്പെട്ടേ. രേഖകൾ താങ്കൾക്ക് തരാതിരിക്കാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിച്ചു. കാരണം ഈ 50 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്, ഈ 97 സെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം KSRTC ഇരിക്കുന്ന സ്ഥലം അച്ഛൻ്റെ അച്ഛൻ രാമനാഥ് പിള്ള വില കൊടുത്ത് വാങ്ങിയതാണ്. ആ വില കൊടുത്ത് വാങ്ങിയ ആധാരം നമ്മൾ കോടതി ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു തെറ്റും നമ്മുടെ ഭാഗത്തില്ല. ഞങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ഭൂമി പോലും ഞങ്ങൾക്ക് വേണ്ട. നമുക്ക് അവകാശപ്പെട്ട ഭൂമി അങ്ങനെ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതിനു വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത്. അത് മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. എത്ര വർഷം കേസ് നടത്തേണ്ടി വന്നു ഈ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നത്? ഒരു 7-8 കൊല്ലത്തോളം വേണ്ടി വന്നു. കാരണം വെച്ചാൽ അതിനകത്ത് കോവിഡ് 2 കൊല്ലം വന്നപ്പോഴത്തേക്കും കേസ് കുറേ ലാഗ് ചെയ്തു. അങ്ങനെ ഒരു തടസ്സം വന്ന് ഒഴിച്ചാൽ കോടതി വളരെ വിശദമായ വാദമാണ് കേട്ടത്. കാരണം ഇങ്ങനെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി വളരെ വിശദമായിട്ടും സകല എവിഡൻസും കോടതി പരിശോധിച്ചാണ് കോടതി ഒരു തീരുമാനത്തിൽ എത്തിയത്. KSRTCക്ക് താൽക്കാലികമായി ബസ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി വാക്കാൽ ഒരു അനുവാദം നൽകിയതാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് PR രാജഗോപാൽ. പിന്നീട് അദ്ദേഹം പോലും അറിയാതെ, ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമ പോലും അറിയാതെ, അദ്ദേഹത്തെ പോലും അറിയിക്കാതെ ആ ഒരു സ്ഥലത്ത് KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുകയായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കത്തിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ ഈ കുടുംബത്തിന് അനുകൂലമായൊരു വിധി പാലാ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെതാണ് ആ ഭൂമി എന്ന കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ ആ ബസ് സ്റ്റാൻഡ് ഒഴിഞ്ഞ സ്ഥലം ഈ കുടുംബത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് നിലവിൽ ഉത്തരവായിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് KSRTCയുടെ തീരുമാനം. തിരുവല്ലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.